أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم يحشر أعداء الله إلى النار فهم يوزعون حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون. وقالوا لجلودهم لم شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇഹലോകത്ത് അനുവദിച്ചു തന്ന ദിവസങ്ങളും മണിക്കൂറുകളും അത് ദിനംപ്രതി എന്നോളം നമ്മൾ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൃത്യമായി വന്നെത്തുമ്പോൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നവരാണ് നമ്മൾ. അതുവരെ മാത്രമാണ് ദുനിയാവിൽ നമുക്ക് അനുവദിക്കപ്പെട്ട അവധി. അങ്ങനെ ഒരു അവധി നിർണയിക്കപ്പെട്ട സമൂഹം എന്ന നിലക്ക്, ഒരു വർഗമെന്ന വിഭാഗമെന്ന നിലക്ക് ആ സമയം നമ്മെ തേടി എത്തുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വാലിഹായ അമൽ സ്വാലിഹാത്തുകൾ ചെയ്ത് പിന്നീട് വരാനിരിക്കുന്ന ശാശ്വതമായ പരലോകത്തേക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കി വെക്കണമെന്നാണ് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ചെയ്യുന്നവരാണ് ബുദ്ധിമാന്മാർ. അങ്ങനെ ചെയ്യാത്തവർ വിഡ്ഢികളാണ് എന്നും ഖുർആൻ പറഞ്ഞു വെക്കുന്നു. അള്ളാഹുവിന്റെ ഭൂമിയിൽ അവനെ അനുസരിക്കുന്ന സത്യവിശ്വാസികളെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ചുറ്റിലും നടക്കുന്ന ചില മരണങ്ങൾ നമുക്കുള്ള ഉണർത്തലുകളും ഓർമ്മപ്പെടുത്തലുകളുമാണ്. എല്ലാ ആഴ്ചയിലും നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും ആ മരണങ്ങളെ കൂട്ടത്തിൽ നമ്മുടെ ഉറ്റവരും ഉടയവരും വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. കണ്ണീരോടുകൂടി നമ്മൾ അവരെ യാത്ര അയച്ച് വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം. പക്ഷെ ചില മരണങ്ങളെങ്കിലും നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിലും വളരെ പെട്ടെന്നും നനച്ചിരിക്കാതെയും ഒക്കെ ആകാറുണ്ട്. അത്തരം മരണങ്ങൾ യഥാർത്ഥത്തിൽ നമുക്കുള്ള ചൂണ്ടുപലകകളാണ്. ഖൽബുൽ മർഇ ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത ദഖായിഖുൻ നസ്വാനി. മനുഷ്യന്റെ നാടിമിടിപ്പുകൾ, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാടിമിടിപ്പുകൾ കൂടല്ല, കുറയാണ്. ഓരോ നാടിമിടിപ്പുകളും അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മനുഷ്യ നിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏതാനും മണിക്കൂറുകളും സെക്കൻഡുകളും മിനിറ്റുകളുമാണ്. അത് എനിക്ക് നിർണയിക്കപ്പെട്ട ഒരു മിടിപ്പുണ്ട്, എണ്ണമുണ്ട്. ആ എണ്ണം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ പണി നിർത്തും എന്ന് മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഒരു കവി പറഞ്ഞതുപോലെ നമ്മൾ അതിനോട് ഇങ്ങനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ മുന്നേറല്ല ചെയ്യുന്നത്, മരണത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബർത്ത്ഡേ കഴിയുമ്പോൾ നമ്മൾ വലിയ ആഘോഷം സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ അതിന്റെ അവസ്ഥകളൊക്കെ കൂടി വരികയാണ്. നമ്മളെ മക്കളേതാണെങ്കിലും വീട്ടുകാരേതാണെങ്കിലും ഒക്കെ ബർത്ത്ഡേ വലിയ ആഘോഷത്തോടു കൂടി ആഘോഷിക്കും. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ബർത്ത്ഡേ ഓർമ്മിപ്പിക്കുന്ന ഒരു വശമുണ്ട്. നിനക്ക് 40 വയസ്സ് 30 വയസ്സ് പൂർത്തിയായി എന്ന് പറഞ്ഞാൽ നിന്റെ വയസ്സിലേക്ക് ഒന്നും കൂടി കൂടുകയാണ്, നിന്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് കുറയാണ്, നിന്റെ മരണത്തിലേക്ക് ഒന്നുകൂടി അടുക്കുകയാണ്. ഈ ബോധവും ബോധ്യവും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മരണങ്ങളെ കുറിച്ചുള്ള അറിവുകളും പ്രാർത്ഥനകളും ഒക്കെ അർത്ഥവത്താകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. ദുനിയാവിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച വളരെ അടിസ്ഥാനപരമായ ചില സംഗതികളുണ്ട്. അതിലൊന്ന്, ഇത് ശാശ്വതമല്ല, കൃഷിയിടമാണ്. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിന് വേണ്ടിയുള്ള കൃഷിയിടാണ്. കൃഷിയിടം നമ്മൾ തരിശാക്കിടാറില്ല. തരിശാക്കിയിട്ടാൽ അത് തെറ്റാണ്. ആ തരിശുഭൂമികളെ ഏറ്റെടുക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം.
നമ്മുടെ തരിശുഭൂമി ജീവിതം ദുനിയാവിന് ആഖിറത്തിന് വേണ്ടിയുള്ള കൃഷിയിടങ്ങളെ തരിശുഭൂമിയാക്കിയിടരുത്. അതിൽ സാധ്യമാകുന്നത്ര വിളവ് വിളയിക്കാൻ നമ്മൾ നോക്കണം. രണ്ടാമത് പഠിപ്പിച്ചത് ഇത് വളരെ നൈമിഷികാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നു, നാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹസീർ, ഈത്തപ്പനയുടെ ഒരു തണ്ടിന്റെ മേലിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധ സന്ദർഭത്തിൽ കിടന്നുറങ്ങി. ഫഖാമ ഫഖദ് അസ്റ ഫീ ജംബിഹി, അദ്ദേഹത്തിന്റെ പാർശ്വങ്ങളിലൊക്കെ ആ ഈത്തപ്പന ഓലയുടെ അടയാളങ്ങളുണ്ട്. നമുക്കറിയാലോ, പായയിൽ ഓലയിൽ കിടന്നാൽ എന്താ ഉണ്ടാകുക. എന്നിട്ട് ഖുൽനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ലൗ ഇത്തഖദ്നാ അലൈക ബിതാഅൻ, ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി ഒരു മെത്ത, ഒരു ബെഡ് സംഘടിപ്പിച്ചാലോ? ഇവിടെ നിങ്ങൾക്ക് കിട്ടാതിരിക്കൂല റസൂലെ, താങ്കൾ എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് ഈ ഈത്തപ്പനയോലയിൽ കിടന്നുറങ്ങുന്നത്? അക്കാല റസൂലിന്റെ മറുപടി, മാലി വല ദുന്യ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധം? എന്തിനാണ് ഇത്രമേൽ സൗകര്യങ്ങൾ? മാ അനഫി ദുന്യ ഇല്ലാ കറാക്കിബിൻ, വളരെ പ്രശസ്തമായ ഒരു വാചകം, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാൻ ഈ ദുനിയാവിലല്ല ഇല്ലാ കറാക്കിബിൻ, ഒരു യാത്രക്കാരനെ പോലെ, ഇസ്തവല്ല തഹ്ത ഷജറത്തിൻ, ഒരു മരത്തിന്റെ കീഴെ ഒരു അല്പസമയം റെസ്റ്റ് എടുത്തു, വിശ്രമിച്ചു. സുമ്മ റാഹ, പിന്നെ ഞാൻ യാത്ര തുടങ്ങി. വ തറക്കഹ, ആ മരം ഞാൻ എടുത്തുകൊണ്ട് പോണില്ല, ആ മരത്തെ ഞാൻ അവിടെ ഇട്ട് ഉപേക്ഷിച്ചിട്ട് ഞാൻ എന്റെ യാത്ര തുടർന്നു. ഇതുപോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നൈമിഷികമാണ്. മൂന്നാമത് പറഞ്ഞത് അത് വഞ്ചനാത്മകമാണ്. യഅലമു അന്നമൽ ഹയാത്തു ദുനിയ ലഅിബുൻ വലഹുബുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. യഅലമു, നിങ്ങൾ അറിയണം വിശ്വാസികളെ, അന്നമൽ ഹയാത്തു ദുനിയ ലഅിബുൻ വലഹുബുൻ, ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് കളിയും തമാശയും വിനോദമൊക്കെ കൂടിയതാണ്. വതഫാഖുറുൻ ബൈനകും, നിങ്ങൾക്കിടയിലുള്ള പെരുമ നടിക്കൽ, ഞാനാണോ അവനാണോ വലുത് എന്നുള്ള ഒരു പെരുമ നടിക്കൽ. വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും വിഷയത്തിലുള്ള അഹങ്കാരവുമല്ലാതെ ഒന്നുമല്ല ദുനിയാവ് എന്ന് പരിശുദ്ധ ഖുർആന പഠിപ്പിക്കുന്നു. ഓരോ ദിവസവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കം പോലും യഥാർത്ഥത്തിൽ മരണമാണ്. എത്ര പ്രാവശ്യമാണ് നമ്മൾ മരിച്ചു ജീവിക്കുന്നത്? എത്ര പ്രാവശ്യമാണ്? പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, മരണസമയത്ത് ആത്മാവുകളെ അല്ലാഹു സ്വീകരിക്കും. വല്ലതീ ലം തമുത് ഫീ മനാമിഹാ, അങ്ങനെ മരിക്കാതെ ദുനിയാവിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നവരുണ്ട്. ഫയംസികുല്ലതീ ഖളാ അലൈഹൽ മൗത്ത്, മരണം തീരുമാനിച്ച ആളുകളെ നമ്മുടെ അടുക്കൽ തന്നെ വെക്കും. വയുർസിലുൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മ, നിശ്ചിതമായ ഒരു അവധി വരെ മറ്റാളുകളെ തിരിച്ചു ഭൂമിയിലേക്ക് അയക്കും. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ ഇതിൽ വലിയ ദൃഷ്ടാന്തം. ഉറങ്ങാൻ പോകുമ്പോൾ ഒരു പ്രാർത്ഥന എന്താണ്? ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ കമാ തഹ്ഫദ് വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ കമാ തഹ്ഫദ് ബിഹി ഇബാദക സ്വാലിഹീൻ. പടച്ചവനെ, ഞാനിതാ ഉറങ്ങാൻ കിടക്കുകയാണ്, എന്റെ പാർശ്വങ്ങളുടെ വെക്കാൻ ഞാൻ കിടക്കുകയാണ്. വദഅതു ജംബി വബിക അർഫഉ, എന്റെ ശരീരം, എന്റെ ആത്മാവ് നിന്നിലേക്ക് വരും. ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ, പടച്ചവനെ അത് അവിടെ തന്നെ വെക്കാൻ നീ തീരുമാനിച്ചാൽ, നേരത്തെ പറഞ്ഞില്ലേ, ഫയംസികുല്ലതീ ഖളാ അലൈഹൽ മൗത്ത്, മരണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ അവിടെ വെക്കും, രക്ഷയില്ല. തിരിച്ചു കൊണ്ടുവരാൻ എന്റെ അടുത്ത് ഒരു ഉപകരണമില്ല. ഫർഹംഹ, ഒറ്റ പ്രാർത്ഥനയുള്ളൂ, അതിനോട് നീ കരുണ കാണിക്കണം റബ്ബേ. വഇൻ അർസൽതഹ, അതിങ്ങോട്ട് അയക്കുകയാണെങ്കിൽ ഫഹ്ഫദ്ഹാ കമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ, നിന്റെ സജ്ജനങ്ങളായ ആളുകളെ സംരക്ഷിക്കുന്നത് പോലെ നീ എന്നെ സംരക്ഷിക്കണം. ഇത് പറഞ്ഞിട്ട് ഉറങ്ങും. എഴുന്നേൽക്കുമ്പോഴോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. എത്ര ശക്തമായ പ്രാർത്ഥനയാണ്! അല്ലാഹുവിനാണ് സർവ്വസ്തുതിയും. എന്നെ ജനിപ്പിച്ച് ജീവിപ്പിച്ച ബഅദമാ അമാതനി, എന്നെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അല്ലാഹുവിനാണ് സർവ്വസ്തുതിയും. വഇലൈഹി നുശൂർ, അവനിലേക്ക് തന്നെയാണ് കേട്ടോ മടക്കം. ഇത് മനുഷ്യൻ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുക. ആരെങ്കിലും ഇത് ആ രീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സുബൈ നമസ്കാരത്തിന് എഴുന്നേൽക്കാതെ അന്തം വിട്ട് ഉറങ്ങുന്ന മനുഷ്യൻ ആലോചിക്കുന്നുണ്ടോ? അള്ള തിരിച്ചു തരുന്ന ആയുസായിട്ടാണ് ഞാൻ എണീക്കാൻ പോണത്, ജീവിതമായിട്ടാണ് ഞാൻ എണീക്കാൻ പോണത്. അപ്പൊ നൈമിഷികമാണ് എന്ന് മാത്രമല്ല, എല്ലാ ദിവസവും ജനിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ദുനിയാവെന്ന് പറയുന്നത് പരീക്ഷണമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, മരണവും ജീവിതവും നിങ്ങൾക്ക് നൽകിയതിന് പ്രത്യേകമായ ലക്ഷ്യം പടച്ച റബ്ബിനുണ്ട്. എന്താണ്? നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരിശോധിക്കണം.
വഹുവൽ അസീസുൽ ഗഫൂർ. നിങ്ങൾ ചെയ്തതിലെ പാപങ്ങൾ പുറത്തു തരാനും ചെയ്തിട്ടില്ലെങ്കിൽ പിടികൂടാനും കഴിയുന്ന അസീസും ഗഫൂറുമാണ് റബ്ബ്. പരീക്ഷണമാണ്. അതുകൊണ്ട് നിശ്ചിത അവധി എത്തിയാൽ മനുഷ്യൻ അങ്ങോട്ട് പോകും. ഒരു സെക്കൻഡ് പോലും കൊല്ലത്തവഫാക്കും മലക്കുൽ മൗത്തില്ലദീ ഉക്കില ബിക്കും. നിങ്ങൾക്ക് മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ നിങ്ങളെ കൃത്യമായി മരിപ്പിക്കും, പിടികൂടും. സുമ്മയിലാ റബ്ബിക്കും തുർജഊൻ. പിന്നെ നിങ്ങളുടെ രക്ഷിതാവിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്നവരാണ്. വജാഅത്ത് സക്രത്തുൽ മൗത്തി ബിൽ ഹഖ്. യാഥാർത്ഥ്യത്തോടു കൂടി ആ സക്രത്തുൽ മൗത്ത്, മരണാസന്നം, മരണം എന്ന് പറയുന്ന സംഗതി നിങ്ങളെ തേടി വരും. ദാലിക മാ കുന്ത മിൻ തഹീദ്. അതിൽ നിന്ന് ഓടി ഒളിക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. പിന്നെ ചെയ്യാവുന്ന പണി എന്താ? നല്ല രീതിയിൽ മരിക്കുക എന്നുള്ളതാണ്. എവിടെ വെച്ച് മരണം പിടികൂടിയാലും ഏത് സ്പോട്ടിലാണെങ്കിലും ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല ഞാൻ എവിടെ വെച്ചാണ് മരിക്കുന്നത്. നമ്മളിപ്പോ അവസാനം കണ്ട മരണം നമ്മുടെ നാട്ടിൽ നമ്മളെ കൂടെ ജീവിച്ചിരുന്ന ആള് വേറൊരു നാട്ടിൽ പോയിട്ടാണ് മരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും അവസ്ഥ അതാണ്. ഗൾഫിൽ പോയ ആളുകൾ നിങ്ങൾ നോക്ക്, അവിടെ വെച്ച് മരിക്കുന്നു. ചിലത് ബോഡി പോലും കൊണ്ടുവരാൻ പറ്റുന്നില്ല. ആ മനുഷ്യന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എവിടെ? ആ മനുഷ്യനെ പ്രതീക്ഷിച്ചു നിന്ന കുടുംബക്കാരെവിടെ? ഒന്നും ഇതിന്റെ മുമ്പിൽ ഒരു വിഷയമല്ല. എങ്കിൽ പിന്നെ ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് തീരുമാനിക്കാവുന്ന ഒരു സംഗതി നല്ല മരണത്തെ സ്വീകരിക്കുക. നല്ല മരണത്തെ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ മനുഷ്യന്റെ മരണത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. രണ്ട് തരം മരണങ്ങൾ. അതിലൊന്ന് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടും അവന് ഇബാദത്ത് ചെയ്തുകൊണ്ടും ദുനിയാവിനെ കൃഷിയിടമാക്കിയ മനുഷ്യന്റെ അടുക്കലേക്ക് മലക്കുകൾ വരും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞ ആളുകൾ സുമ്മസ്തഖാമു, പിന്നെ ഇസ്തിഖാമത്തോടു കൂടി അതിൽ നിലനിന്നവർ. എന്താ ഇസ്തിഖാമത്ത്? എന്നെ നാഴികക്ക് 40 വട്ടം ഇങ്ങനെ പറഞ്ഞാ പോരാ. ആ പറഞ്ഞതിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകളാണെങ്കിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരെ മേൽ ഇറങ്ങും. എന്നിട്ട് അവരോട് പറയുമല്ല തഖാഫു വലാ തഹ്സനു, പേടിക്കണ്ട കേട്ടോ, ദുഃഖിക്കണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. എവിടുന്നാ പറയുന്നത്? സ്വർഗത്തിൽ എത്തിയിട്ടില്ല, ബർസഖിൽ ആയിട്ടില്ല, മരണമാകുന്നേ ഉള്ളൂ. പക്ഷെ ആ മനുഷ്യന് അറിയിപ്പ് കിട്ടി. ജീവിതത്തിന്റെ അവസാനം മുതൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഈ റിസൾട്ടിന് മനുഷ്യർ അവരെ കാത്തിക്കേണ്ട ആവശ്യമില്ല. അത് ഫൈനൽ റിസൾട്ടാ. ആ മലക്കുകളെ വരവോട് കൂടി തന്നെ സംഗതി ബോധ്യപ്പെടും. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സന്തോഷ വാർത്തയെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് സന്തോഷിച്ചുകൊള്ളുക. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിനെ അല്ലാഹുവാണ് റബ്ബെന്ന് പറയുകയും ഇസ്തിഖാമത്തോടു കൂടി അതിൽ നിലനിൽക്കുകയും ചെയ്തവർ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കൊരു പേടിയും വേണ്ട, ഒരു ദുഃഖവും വേണ്ട. അങ്ങനത്തെ ഒരു മരണം നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് അതാണ്. ഇപ്പൊ ഇസ്രായേൽ വന്നാൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഖുതുബ ഞാൻ പൂർത്തിയാക്കും എന്ന് എനിക്ക് ഉറപ്പില്ലല്ലോ. ഇന്നലെ അസർ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കെ ഒരു സഹോദരൻ അല്ലാഹുവിലേക്ക് യാത്രയായി. നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കെ പല ഇമാമുകളും യാത്രയാകും. ഒരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഈ മലക്കുകൾ വരുമ്പോ എന്തായിരിക്കും എന്റെ നിലപാട്? ഞാൻ എങ്ങനെയായിരിക്കും മരണത്തെ സ്വീകരിക്കുക? ഇപ്പറഞ്ഞ രീതിയിലാണെങ്കിൽ ഒന്നും പേടിക്കണ്ട. ഇനി വേറെ ഖുർആൻ രണ്ടാമത്തെ ഒരു തരം മരണത്തെ പഠിപ്പിച്ചു. മരണത്തിന്റെ ആ വിഹ്വലതകൾ, വേജാറുകള്, ഈ അക്രമികളായ ആളുകൾ എങ്ങനെ കാണുമ്പോ, സക്കറാത്തുൽ മൗത്തിനെ നേരെ കാണുമ്പോ വൽ മലായികത്തു ബാസിത്തു ഐദീഹിം അഖ്രിജു അൻഫുസകും, അവരിങ്ങനെ മലക്കുകൾ അവരെ പുറത്തിങ്ങനെ അടിക്കുകയാണ്. എന്നിട്ട് പറയും പുറത്തേക്ക് വാ നിന്റെ ആത്മാവ്. അവരെ പുറത്തേക്ക് ചാടിക്കുകയാണ്. അൽ യൗമ തുജ്സൗന അദാബൽ ഹൂനി, ഇന്ന് നീ നിന്ദ്യമായ ശിക്ഷ അനുഭവിക്കാൻ പോവുകയാണ്. ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, അള്ളാഹുവിനെ കുറിച്ച് യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളൊക്കെ നീ പറഞ്ഞില്ലേ കുറെ. ഇങ്ങനൊക്കെ ആയാലും നീ റബ്ബിന്റെ ആളാണെന്നല്ലേ നീ പറഞ്ഞു നടന്നത്. ഇങ്ങോട്ട് ഇറക്കി വിടുന്നതിന്റെ ആത്മാവിനെ. വകുന്തും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, നീ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അഹങ്കരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിതൊക്കെ ആയത്തുകളൊക്കെ ഓതുമ്പോ നാട്ടിലെ ഏതെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ പെടാത്ത ഒരാളെ മുന്നിൽ ഇങ്ങനെ കൊടുത്തു നിർത്തും. പിന്നെ നമ്മൾ സേഫാ. അത് ഏതെങ്കിലും മറ്റു സമുദായത്തിലോ ജാതിയിലോ ഉള്ള ഒരാളെ കൊടുത്ത് ഇങ്ങനെ നിർത്തിയിട്ട് ഇപ്പറഞ്ഞ ആയത്തൊക്കെ ബനാണ്. കാരണം ഞാൻ അള്ളാഹിനെ നിഷേധിക്കണില്ലല്ലോ. ഞാൻ അല്ലല്ല എന്ന് എവിടെയും പറഞ്ഞിക്കണോ? അള്ളാഹു മഹാനല്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിക്കണോ? അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും നിഷേധിച്ചിക്കണോ? ഇപ്പറഞ്ഞത് അതിനെ കുറിച്ചൊന്നല്ല, വിശ്വാസികളോടാണ്.
അവിശ്വാസികൾക്ക് മാത്രമല്ല, വിശ്വാസികളോട് കൂടിയാണ്. അള്ളാഹുവിന്റെ ആയത്തുകളെ നിരാകരിച്ചവൻ, പടച്ചവനോട് അഹങ്കരിച്ചവൻ, ദുനിയാവിനെ പ്രണയിച്ചവൻ, ദുനിയാവിന് സ്ഥാനം നൽകിയവൻ, റബ്ബിന്റെ കൃഷിയിടം ഉപയോഗിക്കാതെ പോയവൻ, അപ്പറഞ്ഞ എല്ലാവർക്കും ബാധകമായ ഒരു സംഗതിയാണ്. എന്നിട്ട് പുറത്തേക്ക് ഇവിടെ എന്ന് പറയും, കുല്യതവഫാക്കും മലക്കുൽ മൗത്തില്ലദീ ഉക്കിലബിക്കും, നിങ്ങളെ അത് ഏൽപ്പിക്കപ്പെട്ട മലക്ക് കൃത്യമായി അത് ചെയ്യും. മറ്റൊരു ഖുർആൻ പറഞ്ഞു, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ മരണത്തെ മുഖാമുഖം കണ്ടുമുട്ടുന്ന സന്ദർഭം, വൽ മലായികത്തു യദ്രിബൂന വുജൂഹകും വഅദ്ബാറഹും, ആള് നമ്മളെ മുമ്പ് കിടക്കുക, നീണ്ടു നീർന്ന് കിടക്കുകയാണ്, പക്ഷെ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽ മലായികത്തു യദ്രിബൂന വുജൂഹകും വഅദ്ബാറഹും, അവരെ മുഖത്തും പാർശ്വങ്ങളിലും മലക്കുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. വദൂഖു അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന ശിക്ഷ അനുഭവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മരണത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ നോക്കണ്ട, ഒരു രക്ഷയില്ല. പക്ഷെ ഓടി ഒളിച്ചിട്ടും കിട്ടാത്ത ഈ മരണത്തെ, നിങ്ങൾ ഈ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ഈ മരണം നിങ്ങളെ പിടികൂടും. ചിലപ്പോ നമ്മൾ പറയാറില്ലേ, മരിക്കാനായിട്ട് അവിടെ വന്ന പോലെ, അങ്ങോട്ട് വരേണ്ട ഒരാവശ്യമില്ല, പക്ഷെ അയാൾ മരണത്തെ സ്വീകരിക്കാൻ വേണ്ടി വന്ന പോലെ അത് നിങ്ങളെ പിന്നെ നിങ്ങൾ അദൃശ്യമായ ബർസഖിലൂടെ മഹ്ശറിലൂടെ അങ്ങനെയുള്ള ആലമുൽ ഗൈബിലേക്ക് നിങ്ങൾ അല്ലാഹു വഴി നടക്കും. ആലമുൽ ഗൈബി വശഹാദ ഫയനബിയകും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാണിച്ചു തരും. ഒരുപാട് ആയത്തുകൾ നിങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ അവസാന ഈ ചാപ്റ്ററുകൾ, അധ്യായങ്ങളൊന്നും എടുത്ത് പരിശോധിക്കണം. മരണത്തെയും പരലോകത്തെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ച് ഇത്രമേൽ ഗൗരവത്തോടു കൂടി പറഞ്ഞ ഭാഗങ്ങൾ വേറെ ഉണ്ടാവില്ല. അതിലെ പല പദപ്രയോഗങ്ങളും പരിശുദ്ധ ഖുർആനിന്റെ മറ്റു ഭാഗങ്ങളിൽ കാണാൻ കഴിയില്ല. അത്രയും കടുകട്ടിയോടുകൂടി ഗൗരവത്തോടുകൂടി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ മരണവും മരണാനന്തര ജീവിതവും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവുകളും മരണം രുചിക്കും. വൈന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളിൽ ഓരോരുത്തരും ചെയ്ത കർമ്മഫലങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് അന്ത്യദിനത്തിൽ പൂർത്തിയാക്കി തരും. അതുകൊണ്ട് ഫമൻ സുഹസിയ നിന്നാരി ഉദ്ഖിലൽ ജന്ന, നരകത്തിൽ നിന്ന് ആരെങ്കിലും അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവൻ വിജയികളുടെ കൂട്ടത്തിലാണ്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, അത് പറഞ്ഞിട്ട് അല്ലാഹു അടുത്ത ആയത്തിൽ പറഞ്ഞ എന്താണ്? ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ വഞ്ചനാത്മകമായ ചരക്കുകളാണ്. അത് വഞ്ചിക്കും, നിങ്ങളെ ചതിക്കും. ആ ചതിയിൽ കെണിയിൽ പെടരുത്. ആ മരണം വന്നാൽ അവധി വന്നെത്തി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പിന്നെ നമ്മളെ ആരും ഒരു സെക്കൻഡ് പോലും അള്ളാഹു പിന്തിച്ചിടുകയില്ല. അല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ്. നിങ്ങൾ നോക്ക്, ആ ഒരു സെക്കൻഡിന് ശേഷം, ആ ഒരു മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ ജീവിതം കഴിഞ്ഞു, ഭൗതികമായ ജീവിതം അടഞ്ഞു. പിന്നെ ബർസഖി ജീവിതം ആരംഭിക്കാം. ബർസഖി ജീവിതത്തെ വേറെ ഒരു സന്ദർഭത്തിൽ നമ്മൾ പറയേണ്ടതാണ്. അവിടുന്ന് പിന്നെ ഒരു പക്ഷേ അന്ത്യദിനം വരാനുണ്ട്, മഹ്ശറ വരാനുണ്ട്. ആ മഹ്ശറയിലേക്കാണ് പിന്നെ ബർസഖി ജീവിതവും കഴിഞ്ഞാൽ മനുഷ്യൻ ചെല്ലേണ്ടത്. അതിന്റെ ഇടയിൽ യുഗാന്തരങ്ങളും സംവത്സരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ അനുഭവിക്കുന്നത് മുഴുവൻ അവൻ ഈ ചെയ്ത 70-80 വയസ്സിന്റെ അനന്തരഫലം മാത്രമാണ്. പിന്നെ പരലോക ജീവിതം ഖുൽദാൻ, ശാശ്വതമാണ്. ഖാലിദീന ഫിഹ എന്നാ പറയാം, അതിലവർ ശാശ്വതരാണ്. പിന്നെ മരണമില്ല, പിന്നൊരു വേറൊരു തിരിച്ചുവരവില്ല. മറ്റു മതവിശ്വാസങ്ങളിൽ കാണുന്നത് പോലെ പുനർജന്മയില്ല, ഒന്നുമില്ല. പിന്നെ ഖാലിദീന ഫിഹ, നരകമാണെങ്കിലും സ്വർഗമാണെങ്കിലും അവിടെ അവർ ശാശ്വതരാണ്. ആ ഒരു ജീവിതം നമുക്ക് അല്ലാഹു തെരഞ്ഞെടുക്കുന്നത് ഈ 70-80, ചിലപ്പോ അത്രയും ഉണ്ടാവില്ല, 57-58 മരണപ്പെട്ടു പോകുന്ന ആളുകൾ. ആ ഒരു കാലയളവിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 18 വയസ്സ് വരെ നമുക്ക് അത് ബുലൂഗാകുന്നതിന് മുമ്പ് ഉള്ള സമയമാണെന്ന് പറഞ്ഞിട്ട് വിടാം. ബാക്കി മനുഷ്യൻ ഉറങ്ങുന്ന സമയവും അവൻ അത്യാവശ്യമായി നിർവഹിക്കുന്ന ജൈവികമായ സംഗതികളൊക്കെ മാറ്റി നിർത്തിയാൽ എത്ര മണിക്കൂർ അവൻ ജീവിക്കുന്നുണ്ട് ദുനിയാവിൽ? എത്ര മണിക്കൂർ അവൻ ലൈവാണ്. ഈ ലൈവിനിടയിൽ എന്താണ് അള്ളാഹുവിന് കൊടുക്കേണ്ടത് നമുക്കൊക്കെ അറിയാലോ. അത് കൊടുത്താൽ എന്തൊരു വാഗ്ദാനമാണ് അള്ളാഹു നൽകുന്നത്. സ്വർഗമുണ്ട് അവന്. ഇവിടെ തന്നെ അവന്റെ യാത്ര തുടങ്ങുകയാണ്. മലായികത്തുകൾ വന്നിട്ട് അവനോട് പറയും, ഒരു പേടിയും വേണ്ട, ഞങ്ങൾ ഇപ്പൊ പോകും.
ഞങ്ങൾ നിന്റെ ആത്മാവിനെ പൂജയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ, തേനിൽ നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെ ഞങ്ങൾ എടുത്തിട്ടാണ്ട് പോകും. നീ പോരുമ്പോ ഒരു പേടിയും വേണ്ട, ഒരു ദുഃഖവും വേണ്ട. അബ്ശിറൂബിൽ ജന്നത്തിലെത്തി കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗത്തിലേക്കുള്ള പോക്കിന്റെ മാർഗാണ്. മറ്റതാണെങ്കിലോ ഹദീസുകളിൽ നമ്മൾ കാണുന്നത് പഞ്ഞിക്കെട്ടിനുള്ളിലേക്ക് മുള്ളുകളുള്ള ഒരു സാധനം അങ്ങോട്ട് ഇറക്കിയിട്ട് പിന്നെ അതങ്ങോട്ട് വലിച്ചെടുക്കുമ്പോ എങ്ങനെയാണോ ആ സാധനത്തിന് മുമ്പ് ഈ പഞ്ഞി കുടുങ്ങുക, അതേപോലെ അവന്റെ ഈ ആത്മാവ് വലിച്ചെടുക്കുമ്പോൾ അവന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും അതിന്റെ കൂടെ പറഞ്ഞിങ്ങോട്ട് പോരുന്നതാണ്. മരണവേദന എന്നൊക്കെ പറഞ്ഞിട്ട്, മരണവേദന എല്ലാവർക്കും ഉണ്ട്, അള്ളാന്റെ റസൂലിന് പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പക്ഷേ ആ ഒരു അവസ്ഥ അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കും വിശ്വാസികൾക്കും ഒക്കെ അള്ളാഹു നൽകുന്നതാണ്. പക്ഷെ അതിലും ഒരു സാന്ത്വനമുണ്ട്, മറ്റതല്ല. അപ്പൊ അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം പിന്നെ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ മുഴുവൻ നമുക്കറിയാം, പരലോകം എന്ന് പറയുന്നത് വേറെ ഒരു ലോകം തന്നെയാണ്. മനുഷ്യൻ മുഴുവൻ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും, അവന്റെ നന്മതിന്മകൾ തൂക്കപ്പെടും. എന്താ അതിന്റെ പ്രത്യേകത? രഹസ്യമല്ലാത്ത ഫയലുകളാണ്. പരത്തിയിടപ്പെട്ട ഏടുകൾ. ഇപ്പൊ നമ്മൾ പലത് സ്വകാര്യമായിട്ടില്ലേ ചെയ്യണത്. നമ്മളൊരു ധൈര്യം എന്താണെന്ന് പറയും, ഇതിപ്പോ ഞാനല്ലാതെ ആരും കണ്ടിട്ടില്ലല്ലോ എന്നാ. പല കാര്യങ്ങളും ചെയ്യുമ്പോ മനുഷ്യൻ ഏറ്റവും കൂടുതൽ മുഅ്മിനാകേണ്ടത് എവിടെയെന്നറിയോ? എന്റെ സ്വകാര്യ ജീവിതത്തിലാണ്. എന്റെ റൂമിന്റെ ഉള്ളിൽ ഞാൻ മാത്രം, വേറെ ഒരു മനുഷ്യനുമില്ല, എന്റെ ഭാര്യ പോലുമില്ല, ഭർത്താവ് പോലുമില്ല. ആ സന്ദർഭത്തിൽ എന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ, ആ പ്രവർത്തനങ്ങൾ വരെ എന്റെ എല്ലാ ആൾക്കാരും നിൽക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ പരത്തിയിടുകയാണ്. തുറന്നു വെച്ച പുസ്തകമാണ്. മാത്രമല്ല ശക്തമായ കാവലിലാണ്. ഒന്ന് ആലോചിച്ചു. സായിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അറബിയിൽ ഡ്രൈവർക്കാ പറയാം. സായിക്കിന്റെ വിസ എന്ന് പറഞ്ഞാൽ ഡ്രൈവർ വിസ. ഈ ഡ്രൈവർ എന്തിനാ? അവനെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത് ഡ്രൈവറാ. ഓൻ കയറിയ വാഹനം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നു. ഒരു സായിക്കും ഷഹീദും ഓരോ മനുഷ്യനെ കൂടെ ഉണ്ട്. അവരെ കൂട്ടിയിട്ട് അവരെ കൂട്ടി അവര് പരലോകത്തേക്ക് വരുന്നു. ശക്തമായ കാവലിലാണ് വരുന്നത്. അല്ല, അതോടൊപ്പം തന്നെ ഒരാളോടും അനീതിയില്ല. മാ യുബദ്ദിലുൽ ഖൗലു ലദയ്യ വമാ അന ബിളല്ലാമിൽ ലിൽ അബീദ്. ഇന്നേ ദിവസം ഒരു മനുഷ്യനോടും ഒരു അക്രമമില്ല, ഒരു മനുഷ്യനോടും ഒരു അക്രമവും അവന്റെ അടിമകളോട് അല്ലാഹു കാണിക്കില്ല. അവിടെ വാദിക്കാൻ ഒരു വക്കീലോ ജഡ്ജിയോ ആരില്ല. ഇഖ്റ കിതാബക കഫാ ബി നഫ്സികൽ യൗമ അലൈക ഹസീബ. വായിക്ക മനുഷ്യ, വായിക്കാൻ നീ തന്നെ മതി, ഒരാളും വേണ്ട. അവന്റെ മുമ്പിൽ തുറന്നു വെച്ച ഗ്രന്ഥം അവൻ തന്നെ വായിക്കണം. എന്നാൽ ആരെങ്കിലും ഒന്ന് മധ്യസ്ഥനാക്കിയിട്ട് കൈക്കൂലിയോ ശുപാർശയോ നൽകാമെന്ന് വെച്ചാലോ, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ഒരു സമ്പത്തും ഉപകാരപ്പെടൂല, മക്കളും ഉപകാരപ്പെടൂല, ഒന്നും ഉപകാരപ്പെടൂല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനീ. ഭാര്യ ഭർത്താവിനെ കാണുമ്പോ, ഭർത്താവ് ഭാര്യയെ കാണുമ്പോ, മക്കള് മാതാപിതാക്കളെ കാണുമ്പോ, മാതാപിതാക്കളെ മക്കളെ കാണുമ്പോ, ജ്യേഷ്ഠൻ അനുജനെ കാണുമ്പോ, അനുജൻ ജ്യേഷ്ഠനെ കാണുമ്പോ യൗമ യഫിറുൽ മർഉ, ഓടുകയാണ്. കാരണം ഇവരെങ്ങാനും എന്റെ എന്തെങ്കിലും നന്മ ചോദിച്ചാലോ എന്ന് വിചാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാക്കൾ മക്കളുടെ മുഖത്തേക്ക് നോക്കൂല. എന്താ കാരണം? ദുനിയാവിൽ ഇത്രമേൽ കരുണ ഉള്ള ഒരു മനസ്സ് വേറല്ല. ആര് കൈയൊഴിഞ്ഞാലും ഉമ്മ കൈയൊഴിയില്ല. ഞാന് അടുത്തിപ്പോ ഒരു കുഞ്ഞിനെ കൊന്ന ഒരു മനുഷ്യനെ തെളിവെടുപ്പിന് വേണ്ടി വീട്ടിലേക്ക് കൊടുക്കുന്നൊരു കഥ. നമ്മളെല്ലാവരും വെറുക്കുന്ന ഒരു മനുഷ്യനാണ്. അയാളൊരു കുഞ്ഞിനെ കഷ്ടപ്പെട്ട് ക്രൂരമായി മർദ്ദിച്ചു കൊന്നതാ. പക്ഷെ അവന്റെ ഉമ്മ പറയുന്ന ചില വാചകങ്ങളുണ്ട്. എന്റെ മോനെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ മർദ്ദിച്ചത്, ഇങ്ങനെ പീഡിപ്പിച്ചത്? അതൊരു ഉമ്മാന്റെ മനസ്സ്. നമുക്ക് ഉമ്മാനെ അതില് നമുക്ക് കമാൻഡ് ഇടാം, എന്താ നിങ്ങൾക്ക് പറ്റിയത്, അങ്ങനെയല്ലേ. പക്ഷെ അതൊരു ഉമ്മാന്റെ മനസ്സാണ്. ഈ ഉമ്മമാർ അങ്ങനെയേ പറയൂ. അവിടെ അവർ ആദ്യം നോക്കുന്ന എന്റെ മോൻ തെറ്റ് ചെയ്തോന്നല്ല, ഇത് എന്റെ മോനാണ് എന്നാണ്. ആ മാതാപിതാക്കള്, മാതാവ് മോന്റെ മുഖത്തേക്ക് നോക്കൂല പരലോകത്ത്. കാരണം മോൻ എന്തേലും ചോദിച്ചാൽ ഞാൻ കുടുങ്ങിപ്പോ കൊടുക്കാൻ എന്തായാലും പറ്റൂല. കൊടുക്കാതിരിക്കാൻ എനിക്ക് വല്ലാത്ത പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ നോക്കണ്ട എന്ന് തീരുമാനിക്കണേ. യൗമ യഫിറുൽ മർഉ മിൻ അഖീ. അത് മാത്രമല്ല, ഞാൻ നേരത്തെ ഓതി വെച്ച സൂറത്ത് സ്വാഫാത്തിൽ പറഞ്ഞു, യൗമ യഹ്ശറ അദാഉല്ലാഹി ലന്നായി വഹും യൂസഊൻ. അള്ളാഹുവിന്റെ ശത്രുക്കളായ ആളുകള് അവർ നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ വഹും യൂസഊൻ, അവരെ കൂടെയുള്ള ആളുകളൊക്കെ വരുന്നത് വരെ അവർ പിന്തിപ്പിക്കപ്പെടും, അവർ നിർത്തും. അത്താമാ ജാഊഹ ശഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. അവർ പരലോകത്ത് ഹാജരാക്കപ്പെട്ടാൽ അവരുടെ കേൾവി, കാഴ്ച, അവരുടെ തൊലി, ഇതൊക്കെ അവർക്കെതിരിൽ സാക്ഷി നിൽക്കും. അവർ ചെയ്തതൊക്കെ വിളിച്ചു പറയും.
എന്നിട്ട് ഈ തൊക്കിനോട് തൊലിയോടും ഒക്കെ അവരോട് ചോദിക്കാൻ വക്കാലൂലി ജുലൂദിഹിം, എന്റെ ഈ തൊലി ഞാനിങ്ങനെ തേച്ച് മിനുക്കി കൊണ്ടുനടക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, അതിനോട് ഞാൻ ചോദിക്കാണ് ലിമ ഷഹിത്തും അലൈന, നീ എന്തിനാ എനിക്കെതിരെ സാക്ഷി നിന്നത്? ഞാൻ നിന്നെ എത്രമേൽ പ്രിയപ്പെട്ടതാക്കിയിട്ടാണ് ദുനിയാവിൽ കൊണ്ടുവന്നത്. വഖാലു അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈഇൻ, ഒരു രക്ഷയില്ല, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിക്കുന്ന അള്ളാഹു ഇന്ന് എന്നെയും സംസാരിപ്പിച്ചു. വഹുവ ഖലഖക്കും അവ്വല മറ, ആദ്യത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണല്ലോ. വഇലൈഹി തുർജഊൻ, അവനിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങി വരികയും ചെയ്യുന്നു. ബാക്കി ഭാഗങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോ ഒരു രക്ഷയുമില്ലാത്ത ഈ ഒരു ജീവിതം, മരണാനന്തര ജീവിതം, അതിന്റെ ഇടയിൽ തൂങ്ങി നിൽക്കുന്നത് നേർത്ത ഒരു കർട്ടനാണ്. ആ കർട്ടൻ അങ്ങോട്ട് വലിച്ചാൽ പിന്നെ അവിടെ 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നോ 3 ദിവസത്തെ പണി ഉണ്ടെന്നോ ഒരു രക്ഷയില്ല. ബോഡി വേണമെങ്കിൽ ഒരാഴ്ചയൊക്കെ ഫ്രീസറിലിട്ട് വെക്കാം, പക്ഷെ ആള് പോയി കഴിഞ്ഞു, റൂഹ് പോയി കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദുനിയാവിൽ നമുക്ക് ചുറ്റും നടക്കുന്ന മരണങ്ങളൊക്കെ ചില ചൂണ്ടുപലകകളാണ്. നമ്മള് സാധാരണ ക്രിസ്ത്യൻ ഈ ബോക്സുമലൊക്കെ എഴുതി വെക്കാറുണ്ട്, ഇന്ന് ഞാൻ നാളെ നീ. അത് വെറുതെ എഴുതി വെക്കണല്ല, ഇന്ന് ഞാൻ പോവാണ്. നമ്മൾ പറയാറുണ്ട്, എന്താണ്, അസ്സലാമു അലൈക യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ. ഖബർസ്ഥാനിലെത്തിയാൽ നമ്മൾ പറയും, മുഅ്മിനുകളായ ആളുകളെ അസ്സലാമു അലൈക്കും വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അല്ലാഹ് തീരുമാനിച്ചാൽ ഞങ്ങളും ഇങ്ങോട്ട് വരും. ഇവിടെ ഒരു 6 അടി മണ്ണ് ഞങ്ങൾക്ക് വേണ്ടിയും ഉണ്ടാകും. അതെവിടെയാണെന്നത് മാത്രമാണ് പ്രശ്നം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഓരോ മയ്യിത്ത് നമസ്കാരങ്ങളും, ഓരോ കഫം പുടവകളും, ഓരോ മയ്യിത്ത് കുളിപ്പിക്കലുകളും, ഓരോ ജനാസ അനുഗമിക്കലും നമുക്കുള്ള പാഠങ്ങളാണ്. അതിനുവേണ്ടിയാണ് അതിനനുഗമിക്കാനും ജനാസ നമസ്കരിക്കാനും മയ്യത്ത് മറവിയേറുന്നതിൽ സത്യവിശ്വാസികൾ സഹകരിക്കണം, എല്ലാവരും പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞത് അതിനു വേണ്ടിയാണ്. ഇതൊന്നും എനിക്ക് ബാധകല്ല എന്ന് ചിന്തിക്കാതിരിക്കാൻ കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പ് റാഹത്തോടു കൂടി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകാനുള്ള തൗഫീഖ് അവൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.